നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട പുന്നപ്രയിൽ ബാങ്ക് അധികൃതർ ജപ്തി ചെയ്ത വീടിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. സ്വാഭാവിക മരണമാണ്, ഇതൊരു ആത്മഹത്യയല്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. പുന്നപ്ര പറവൂർ വട്ടത്തറയിൽ അനിലിന്റെ മകൻ VA പ്രഭുലാലിനെയാണ് ജപ്തി ചെയ്ത വീടിന് സമീപത്തെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. വീട് വയ്ക്കുന്നതിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ മാസം 24-ന് സഹകരണ ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു. ജപ്തിക്ക് ശേഷം പ്രഭുലാൽ മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾ സ്വീകരിച്ചത് എന്ന ആക്ഷേപവും ശക്തമായിരുന്നു. എന്തായാലും ഈ ഒരു നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ബാങ്കിന്റെ റീജിയണൽ ഓഫീസർക്കും പോലീസിലും പരാതി നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ജപ്തി ചെയ്ത വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബാങ്ക് അധികൃതർ പൂട്ടിയ വീട് പ്രഭുലാലിന്റെ മരണശേഷം ബന്ധുക്കൾ അടക്കമുള്ളവർ ചേർന്ന് പൂട്ടുപൊളിച്ച് അകത്ത് കയറി. മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ബാങ്ക് അവധിയായതുകൊണ്ട് അത് നടന്നില്ല. പ്രതിഷേധം നടന്നില്ല. ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ കാണാനില്ലെന്നും ഹൃദയാഘാതമാണ് സംശയിക്കുന്നതായും പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും അതൊരു ആത്മഹത്യയല്ല എന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. വീട് നിർമ്മാണത്തിനായി കേരള ബാങ്ക് പുന്നപ്ര ശാഖയിൽ നിന്ന് പ്രഭുലാലിന്റെ പേരിൽ 2018-ലാണ് 3 ലക്ഷം രൂപയുടെ വായ്പ എടുത്തത്. ഇത് കുടിശ്ശികയായി. ഇതേ തുടർന്ന് പ്രഭുലാലും മാതാപിതാക്കളും താമസിച്ചിരുന്ന വീട് മാർച്ച് 24-ന് ബാങ്ക് സീൽ ചെയ്തു. നിർമ്മാണ തൊഴിലാളിയായിരുന്ന പ്രഭുലാലിന് പണിക്കിടെ 7 വർഷം മുമ്പ് വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റു. അതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. 5.5 ലക്ഷം രൂപയോളം കുടിശ്ശികയായി. തിങ്കളാഴ്ച വൈകുന്നേരം 4-ഓടെ മരിച്ച നിലയിൽ കാണുകയും ചെയ്തു. ഇതോടെ ഈ ജപ്തി നടപടിയിൽ ആത്മഹത്യ ചെയ്തതാണ് എന്നതടക്കമുള്ള സംശയം ശക്തമാവുകയായിരുന്നു. സർഫാസി ആക്ട് പ്രകാരമുള്ള നടപടി തിരിച്ചടവിന്റെ സമയപരിധി പിന്നിട്ട സാഹചര്യത്തിലാണ് സർഫാസി ആക്ട് പ്രകാരം നടപടിക്ക് നിർബന്ധിതരായത് എന്നാണ് ബാങ്ക് വിശദീകരിച്ചത്. വായ്പ തിരിച്ചടയ്ക്കേണ്ട കാര്യം പലതവണ അറിയിച്ചിരുന്നു. മാർച്ച് 31-ന് മുമ്പ് തിരിച്ചടച്ചാൽ ഇളവ് കിട്ടുമെന്ന് അറിയിച്ചിട്ടും അടയ്ക്കാതെ വന്നപ്പോഴാണ് ഹെഡ് ഓഫീസിൽ നിന്ന് കോടതി മുഖേന സർഫാസി ആക്ട് പ്രകാരം നടപടി ഉണ്ടായതെന്ന് കേരള ബാങ്ക് പുന്നപ്ര ശാഖ അധികൃതർ അറിയിച്ചു. മാർച്ച് 24-ന് ബാങ്ക് അധികൃതർ എത്തി വീട് ജപ്തി ചെയ്തു. ഒരാഴ്ചയായി അനിലിനും ഉഷയും പ്രഭുലാലും ബന്ധുവീട്ടിലായിരുന്നു താമസം. ജപ്തി നടപടി നീട്ടിവെക്കണമെന്ന് പ്രഭുലാൽ ബാങ്ക് ശാഖയിലെത്തി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. പ്രഭുലാലിന്റെ മരണവിവരം അറിഞ്ഞ ശേഷം CPI അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി EK ജയന്റെ നേതൃത്വത്തിൽ നാട്ടുകാരെത്തി പൂട്ടുപൊളിച്ച് മാതാപിതാക്കളെ ബന്ധുക്കളെയും വീടിനുള്ളിൽ കയറ്റുകയും ചെയ്തു. പുന്നപ്ര വയലാർ സമരസേനാനി വട്ടത്തറ ഗംഗാധരന്റെ ചെറുമകനാണ് പ്രഭുലാൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.